യുഎസുമായും ഇസ്രായേലുമായും ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന MSC സരിസ്ക-V എന്ന വാണിജ്യ ചരക്ക് കപ്പലിന് നേരെ ഇറാന്റെ ക്രൂയിസ് മിസൈൽ ആക്രമണം. ഒമാൻ തീരത്തിന് സമീപം ഇറാനിയൻ കപ്പലിന് നേരെ നേരത്തെയുണ്ടായ ആക്രമണത്തിനുള്ള പ്രതികാരമായാണ് ഈ നടപടിയെന്ന് ഇറാൻ അറിയിച്ചു. പനാമയുടെ പതാക ഘടിപ്പിച്ച ഈ ചരക്ക് കപ്പൽ ഇറാഖ് തീരത്ത് വെച്ചാണ് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തെ തുടർന്ന് കപ്പലിന്റെ എഞ്ചിൻ പ്രവർത്തനരഹിതമായതായും ഇതേ തുടർന്ന് പ്രദേശത്തെ പോർട്ട് മറൈൻ അധികൃതർ സഹായവുമായി എത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇറാഖിലെ ഗസർ തുറമുഖത്ത് ചരക്കുകൾ ഇറക്കിയ ശേഷം മടങ്ങുകയായിരുന്ന കപ്പലിൽ ഉണ്ടായ സ്ഫോടനം പുറത്തുനിന്നുള്ള ആക്രമണം മൂലമല്ല, മറിച്ച് കപ്പലിലുണ്ടായ സാങ്കേതിക തകരാർ മൂലമാകാമെന്നാണ് ഇറാഖിന്റെ പ്രാഥമിക നിഗമനം. അതേസമയം യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് പുറത്തുവിട്ട വിവരമനുസരിച്ച് ഇറാഖിലെ ഗസറിനെ തെക്ക് കിഴക്ക് 40 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഒരു വാണിജ്യ കപ്പലിന്റെ വലതുഭാഗത്ത് എന്തോ വന്ന് ഇടിക്കുകയും തുടർന്ന് വലിയ സ്ഫോടനം ഉണ്ടാകുകയും ചെയ്തു. എങ്കിലും കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടരാൻ സാധിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ ചാനലുകളിലൊന്നായ പേർഷ്യൻ ഗൾഫ്, ഒമാൻ കടൽ എന്നിവിടങ്ങളിലെ കപ്പൽ ഗതാഗത സുരക്ഷയെക്കുറിച്ച് ഈ സംഭവം വലിയ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തങ്ങൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളുണ്ടായാൽ ഉടനടി ശക്തമായ സൈനിക തിരിച്ചടി നൽകുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്.